ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാലാ സ്റ്റൈൽ ഒരു എല്ലുകറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ല് കറിക്ക് നമ്മൾ ഏകദേശം 1 കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു 4 മീഡിയം സവോളയുണ്ട്. ഇത് 2 തണ്ട് കരിയാപ്പിലയുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം നമ്മൾ ഒരു 2-3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സാധനം നമ്മളിപ്പോൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഇടുന്നില്ല, കുറച്ച് വഴട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് എല്ലാത്തിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. എല്ലാം ഒരു പകുതി വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. കരിയാപ്പില 2 തണ്ട് നമ്മൾ ഫുൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇവിടെ എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വഴട്ടാൻ നേരത്ത് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ഉപ്പിടാം, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 1.5 സ്പൂൺ ഒരു സ്പൂൺ നമുക്ക് ഗരം മസാല ഇടാവേ. ഇതെല്ലാം മമ്മിയുടെ കുക്കിംഗ് ആണ്, അത് മമ്മിയാണ് സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിനൊപ്പത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വിസിലടിക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം 8 വിസിലോളം നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നല്ലപോലെ നമുക്ക് എല്ലേന്ന് ഇങ്ങനെ ഇറച്ചി വിടുന്നൊരു പാകം വരെ നമുക്ക് ആയിട്ടുണ്ട്. അത് മതിയാവും അതിൻ്റെ വേഗ്. പിന്നെ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ നമുക്ക് ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു 2 തണ്ട് കരിയാപ്പില ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി വെക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം മിച്ചം നമ്മൾ വെച്ചാണ്, നേരത്തെ അരിഞ്ഞ് വെച്ചില്ല, ഞാൻ പറഞ്ഞില്ല പകുതി ഇട്ടാൽ മതി. അപ്പം അതിൻ്റെ ബാക്കിയുള്ള സവോളയും എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് വഴണ്ട് വേണം, ഏകദേശം ഈ കളർ ബ്രൗൺ കളർ എത്തണം. എന്നിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി എല്ലാം കുറച്ച് മതി. കാരണം ഓൾറെഡി നമ്മൾ ഈ പൊടികളെല്ലാം ഇറച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ മാത്രം നമുക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ പച്ചമുളകൊന്ന് മാറി ഒരു കുറച്ച് നേരം ഇളക്കി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കൂട്ട് ഈ ഇറച്ചിയിലേക്ക് നമുക്കിടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരണം, അതുവരെ ഒന്നും കൂടെ സ്റ്റോവേ വെക്കുക. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തു. ഇത്ര ഈസി ആയിട്ടുള്ള അടിപൊളി എല്ലുകറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ്, അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.